ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ NDA പിടിച്ചെടുത്തു. 9 സീറ്റ് അധികം നേടി UDF നില മെച്ചപ്പെടുത്തിയപ്പോൾ LDF തകർന്നടിഞ്ഞു. CPIM-നെതിരായ ഭരണവിരുദ്ധ വികാര വോട്ടുകളാണ് BJPക്ക് നേട്ടമായതെന്ന് കോൺഗ്രസ് നേതാവ് KS ശബരിനാഥൻ പ്രതികരിച്ചു. BJP കോൺഗ്രസ് കൂട്ടുകെട്ടെന്നായിരുന്നു CPIM-ന്റെ ആരോപണം. അമ്പെ തകർന്നടിഞ്ഞ ഇടതുമുന്നണിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കണ്ടത്. 34 സീറ്റിൽ നിന്നും BJP അധികാരത്തിലെത്തിയത് 50 സീറ്റുകൾ നേടി. കോൺഗ്രസിന്റെ സീറ്റുകൾ പിടിച്ചിട്ടുണ്ടെങ്കിലും കനത്ത നഷ്ടമുണ്ടായത് CPIM-ന്. ആറ്റുകാൽ, എടവക്കോട്, കടകംപള്ളി, കമലേശ്വരം ഉൾപ്പെടെ CPM കോട്ടകൾ പോലും BJP പിടിച്ചെടുത്തു. 51 സീറ്റിൽ കഴിഞ്ഞ തവണ അധികാരത്തിലെത്തിയ LDF-ന് 29 സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു. 29 സീറ്റുകളാണ് CPM-ന് നഷ്ടമായത്. കോർപ്പറേഷനിലെ ആദ്യ വാർഡിലെ ഫലം തന്നെ CPM-ന്റെ നെഞ്ചിൽ തീ കോരിയിട്ടു. CPM-ന്റെ ഉറച്ച കോട്ടയായ മുട്ടട വോട്ടർ പട്ടിക വിവാദത്തോടെ ശ്രദ്ധ നേടിയ കോൺഗ്രസിന്റെ യുവമുഖം വൈഷ്ണ സുരേഷ് പിടിച്ചെടുത്തു. കവടിയാറിൽ KS ശബരിനാഥനും കുന്നുകുഴിയിൽ മേരി പുഷ്പവും UDF-നായി വിജയം കുറിച്ചു. എല്ലായിടത്തും UDF-ന് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടും റെസ്പോൺസും വരുന്നത് തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സിൽ UDF ഉണ്ടെന്നുള്ളതാണ്. തകർന്നടിഞ്ഞ LDF-ന് ആശ്വാസമായത് മേയർ കാൻഡിഡേറ്റ് സാധ്യതാ പട്ടികയിലുണ്ടായിരുന്ന SP ദീപകിന്റെ പേട്ടയിലെ വിജയവും പുന്നയ്ക്കാമുകളിലെ RP ശിവജിയുടെ വിജയവുമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഞങ്ങൾക്ക് സീറ്റ് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. ഞങ്ങൾ അതിൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള ഒരു വിശകലനം നടന്നില്ല. പക്ഷേ എങ്കിലും കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 1 ഡസനിലധികം വാർഡുകളിൽ ഞങ്ങൾ 100-ൽ താഴെ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. എന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയായിരുന്നു BJPയുടെ പല വിജയങ്ങളും. നേമത്തും കഴക്കൂട്ടത്തും BJP ശക്തി കാട്ടി. കൊടുങ്ങാനൂരിൽ VV രാജേഷും ശാസ്തമംഗലത്ത് R ശ്രീലേഖയും നേമത്ത് MR ഗോപനും അമ്പലത്തറയിൽ സിമി ജ്യോതിഷും ആധികാരിക വിജയം നേടി. അരപ്പതിറ്റാണ്ടിൽ കൂടുതലായി ഒരു സ്വപ്നം മനസ്സിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ദേശീയ പ്രസ്ഥാനങ്ങളുടെ BJP ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെ ത്യാഗോജ്ജലമായ ജീവിതം, ആ ജീവിതം അർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ലഭിച്ച വിജയമാണ്. തിരുവനന്തപുരത്തെയും കേരളത്തെയും ദേശീയ പ്രസ്ഥാനങ്ങളെ BJPയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും വിജയമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. R ശ്രീലേഖ, VV രാജേഷ് എന്നിവരാണ് മേയർ പട്ടികയിലുള്ള പേരെങ്കിലും മറ്റു പേരുകളും സംസ്ഥാന നേതൃത്വത്തിന്റെ ചർച്ചയിലുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പൗണ്ടുകടവിൽ മത്സരിച്ച സുധീഷ് കുമാറും കണ്ണമ്മൂലയിൽ മത്സരിച്ച പാറ്റൂർ രാധാകൃഷ്ണന്റെ വിജയവും കോർപ്പറേഷനിൽ നിർണായകമാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.